അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു കൊച്ചു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റമളാനിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ. റമളാൻ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷഹ്റു റമളാൻ. റമളാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളിലെ നേതാവാണ്. അതുപോലെ തന്നെ ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതീർണമായ മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റമളാൻ ഇത്ര ശ്രേഷ്ഠത. ഖുർആൻ്റെ അവതരണത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാർഷികവും കൂടിയാണ് ഈ റമളാൻ. റമളാൻ മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ്. റമളാൻ ആഗതമായാൽ നമ്മളെല്ലാവരും വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കും. പള്ളികളൊക്കെ അലങ്കരിക്കപ്പെടും. അതുപോലെ തന്നെ പള്ളിയിൽ ധാരാളം ആളുകൾ എല്ലാ ജമാഅത്തിനും ഉണ്ടാകും. പലരും കളിയാക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ എല്ലാവരും പള്ളിയിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തമാശ രൂപേണ പരസ്പരം കളിയാക്കുന്നത് കാണാം. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് പള്ളിയിൽ അങ്ങനെ ആളുകൾ വരുമ്പോൾ RSP എന്ന് പറയും. RSP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമളാൻ സ്പെഷ്യൽ പ്രയർ എന്നാണ് അതിനെ ആളുകൾ ഷോർട്ട് ഫോമായിട്ട് പറയാറ്. RSP, റമളാൻ സ്പെഷ്യൽ പ്രയർ. അങ്ങനെ RSPക്കാരായിട്ടുള്ള നിരവധി ആളുകൾ പള്ളിയിൽ കാണാം. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കളിയാക്കുന്നതിന് പകരം അവരെ പ്രോത്സാഹിപ്പിക്കുക. തുടർന്നും അവർ പള്ളിയിൽ വരും. അപ്പോൾ പള്ളിയിൽ പലതരത്തിലുള്ള ആളുകളെയും ഈ സമയത്ത് കാണാൻ സാധിക്കും. അപ്പോൾ അവരോടൊക്കെ അവർ പുതുമുഖങ്ങളായി നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവരുടെയും നമ്മുടെയും ഒക്കെ ഖൽബിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം. അപ്പോൾ ഒരുപക്ഷെ നമ്മളെക്കാൾ ഏറെ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത അവർക്കുണ്ടാകാം. നമ്മൾക്കുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഇഖ്ലാസ് ഒരുപക്ഷെ അവർക്കുണ്ടാകാം. നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പം ആയതുകൊണ്ട് തന്നെ അവരോടൊന്നും നമ്മൾ മോശമായി പെരുമാറാനോ നമ്മൾ വലിയ മുത്തഖിയാണ് ഇബാദിയാണ് എന്നൊന്നും വിചാരിച്ച് ഇരിക്കണ്ട. നമ്മുടെ പ്രാർത്ഥനയാണോ അവരുടെ പ്രാർത്ഥനയാണോ സ്വീകരിക്കപ്പെടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ആയതുകൊണ്ട് റമളാനിലെ 30 നോമ്പും നല്ല സുഖകരമായി ഇഖ്ലാസോടുകൂടി പരിപൂർണമായ വിശ്വാസത്തോടുകൂടി നോറ്റുവീട്ടുവാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനുള്ള ഭാഗ്യവും അതുപോലെ തന്നെ അതിനുള്ള ആരോഗ്യവും അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യട്ടെ, ഓശാരമായി തരട്ടെ. അപ്പോൾ അള്ളാഹു പറയുന്നു, ഈ നോമ്പ് എനിക്ക് വേണ്ടിയുള്ളതാണ്, എനിക്കാണ്, അതിന് പ്രതിഫലം നൽകുന്നവനും ഞാനാണ് എന്ന് അള്ളാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയും ഉടമയും തമ്മിലുള്ള രഹസ്യ സ്വഭാവമുള്ള ഒരു അമലാണ്. ആയതുകൊണ്ട് തന്നെ അമലുകളിൽ നല്ല ശ്രേഷ്ഠത ഈ അമലിനുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും നോമ്പ് അനുഷ്ഠിക്കുക. വളരെ ചൂടുള്ള അല്ലെങ്കിൽ വളരെ ദാഹം തോന്നുന്ന ക്ഷീണം തോന്നുന്ന ഒരു കാലാവസ്ഥയിലാണ് ഈ റമളാനെങ്കിലും നമ്മുടെ ഈമാനിൻ്റെ മുന്നിൽ അതൊക്കെ അപ്രത്യക്ഷമാകും. ക്ഷീണവും മടിയും അലസതയും ഒക്കെ വെടിഞ്ഞുകൊണ്ട് ഖുർആൻ പാരായണത്തിലും ദിക്ർ ദുആയിലും സ്വലാത്തിലും ഒക്കെയായി നമ്മൾ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇശാ നിസ്കാരത്തിന് ശേഷം ഖിയാമുൽ ലൈലുണ്ട്, അതുപോലെ തന്നെ തറാവീഹ് നിസ്കാരമുണ്ട്, അതുപോലെ തന്നെ വിത്തറുണ്ട്. ഇതൊക്കെ സജീവമാക്കപ്പെടുന്ന മാസമാണ്.
തറാവീഹ് സ്പെഷ്യൽ പ്രയറാണ്. നമുക്ക് 20 റക്അത്ത് നിസ്കരിക്കുന്നവരാണ് സുന്നികൾ. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഖത്മുൽ ഖുർആനോടുകൂടി ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ വലിയ വലിയ സൂറത്തുകൾ ഓതി ഖുർആനിൽ നമ്മൾ കേട്ട് പരിചിതമില്ലാത്ത പല ഭാഗങ്ങളും കേൾക്കാനും അതൊക്കെ ഓതുന്നത് ശ്രദ്ധിക്കാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ തറാവീഹ് നിസ്കാരം. അതുപോലെ തന്നെ നമ്മൾ തറാവീഹ് നിസ്കാരം വളരെ ഇഖ്ലാസോടുകൂടി നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരും. അതുപോലെ തന്നെ ഈമാനോടുകൂടെ തഖ്വയോടുകൂടെ നമ്മൾ നോമ്പ് നോറ്റാലും നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. അപ്പം ആയതുകൊണ്ട് നമ്മൾ എന്തിനാണ് നോമ്പ് നോക്കുന്നത്? നമ്മൾ മുത്തഖീങ്ങളാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും നോമ്പനുഷ്ഠിക്കുക, അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുക. ഇനി ആരെങ്കിലും രോഗികളാണെങ്കിൽ, ഹലാലായ യാത്രക്കാരാണെങ്കിൽ നോമ്പ് വെടിയാൻ അവസരമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ ഒരിക്കലും ആരോടും ഒന്നും അടിച്ചേൽപ്പിക്കുന്ന സ്വഭാവമില്ല. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ അപ്പോഴും വളരെയധികം കരുതലോടുകൂടി, അതായത് നോമ്പിൻ്റെ ഒരു മഹത്വമുണ്ട്, ആ മഹത്വത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് ശ്രദ്ധിച്ചുകൊണ്ട് നോമ്പ് നോറ്റുക. അല്ലാഹു അതിനെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനലിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉള്ളൂ. ആരും അങ്ങനെ കാണണമെന്നില്ല. എങ്കിലും ഓരോ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു അതിനെല്ലാം തൗഫീക്ക് നൽകട്ടെ. കേട്ടിരുന്ന നിങ്ങൾക്കും പറഞ്ഞ എനിക്കും അല്ലാഹു ആ ഒരു ആരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.